Today on Over a Cup of Tea, we have a very special guest, a Guinness World Record holder, Dr. Thomas George. എന്താണ് ഈ ഗിന്നസിന്റെ പുറകിലുള്ള കഥ ആൻഡ് ദാറ്റ് പാഷൻ വിച്ച് ഡ്രൈവ്സ് ഹിം ടുവേർഡ്സ് മോർ സ്റ്റഡീസ് ആൻഡ് ടീച്ചിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അതാണ് ഇന്നത്തെ ഓവർ എ കപ്പ് ഓഫ് ടീന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഡോക്ടർ തോമസ് ജോർജ്, or preferably everyone calls you Thoman, even your website says Thoman. Abo Thoman sir, yes, we would like to know, oru electronics and communication graduate going on to MBA is understandable, പക്ഷേ there was a turning point, I would use the word turning point, where you changed to psychology, then MPhil, then doctorate, and it just goes on and on. Either studying aano passion, or what is it that drives you? Yes, Chris, നമ്മൾ രണ്ടുപേരും ഒരേ കലപ്പെ കെട്ടാവുന്ന കാളകളാണ്. You also started your life with engineering and then moved on to psychology. And for me, my passion in life is to be with people. If I can do something onto their life, you know, like it's not that I'm guiding them or anything, but then if something can happen, positive can happen. Appo adine, so I had moved from technical, ഞാൻ touch screens in railway അതായിരുന്നു ഞാൻ ചെയ്തിരുന്നത് technically. From there, I moved on to trainings. അപ്പോൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഡിഡ് MBA. അതിന് മുമ്പ് തന്നെ ചെയ്തിരുന്നു. പിന്നെ ഐ മൂവ്ഡ് ഓൺ വിത്ത് മോർ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ദെൻ സൈക്കോളജി. I wanted to വരാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ? ലൈക്ക് വാട്ട് ലെഡ് യു ടു തിങ്ക് ദാറ്റ് യു ഷുഡ് ഡു സൈക്കോളജി ഇൻ മാസ്റ്റേഴ്സ്? പണ്ട് തൊട്ടേ I had done, like, even my engineering days, I did a program on basic counseling course. അത് അവിടെ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു എന്നെ അതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. So that was a weekend course, 2 days, Saturday, Sunday in Velur, a place in Thrissur. So അവിടെ പോയിട്ട് ഞാൻ അത് ചെയ്തിരുന്നു. ഒരു വർഷം കൊണ്ടാണ് ചെയ്തത്. ചെയർ ഫോർ ക്രിസ്ത്യൻ സ്റ്റഡീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഐ ഹാഡ് എ പാഷൻ ഫോർ സൈക്കോളജി, കൗൺസിലിംഗ്, മെന്ററിങ്, എക്സെട്ര. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ ട്രെയിനിങ്ങിലേക്കും കൂടെ ഇറങ്ങിയപ്പോഴും ഐ ഡിഡ് മൈ MSc, MPhil, PhD in psychology. I did. I love that. ഈ മാനേജ്മെന്റ് ട്രെയിനിങ്, ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാരണം, ആ ടേണിംഗ് പോയിന്റിന്റെ ഐഡിയ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് ഇവല്യൂഷൻ, അതെങ്ങനെ ഇവോൾവ് ആവുന്നതാണ്. ഞാൻ ട്രെയിനിങ്ങിലേക്ക് വന്നത് JC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, JCI വഴിയാണ് ഞാൻ ട്രെയിനിങ്ങിലേക്ക് വന്നത്. അതില് ഞാൻ ട്രെയിനറായിട്ട് സെഷൻസ് എടുക്കാൻ തുടങ്ങിയപ്പം റാദർ ദാൻ ബിറ്റ്സ് ഓഫ് സെഷൻസ് ഞാൻ കുറച്ച് ലെങ്തി സെഷൻസ് എടുക്കാൻ തുടങ്ങി. അതിപ്പോൾ NSS എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ഞാനൊരു 2 ദിവസത്തെ പ്രോഗ്രാം ചെയ്തു, പിന്നെ 3 ദിവസത്തെ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് ദാറ്റ് ഇസ് തുടങ്ങിയത് 6 ദിവസമായിരുന്നു, ഇപ്പോൾ 7 ദിവസമാണ്. ഈ 7 ദിവസം ഇത് രാവിലെ 6:30 തൊട്ട് രാത്രി 12:30 വരെയാണ്. 18 hours a day and 7 days. അങ്ങനെ ഐ ഹാവ് കംപ്ലീറ്റഡ് 299 such programs. അതിൻ്റെ 290th പ്രോഗ്രാമിനാണ് എനിക്ക് ഗിന്നസ് റെക്കോർഡും കിട്ടിയത്. അപ്പം ആ പ്രോഗ്രാം ഇസ് സംതിങ് വിച്ച് റുട്ടീൻ ഐ എം ഡൂയിങ്, വിച്ച് ഇസ് മേക്കിംഗ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ്. that has got lot of points, lot of topics, like maybe creativity, interpersonal relationship, leadership, time management, team building, creativity. അങ്ങനെയുള്ള അതിനെക്കാട്ടിലൊക്കെ ഉള്ള അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ സെൽഫ് അനാലിസിസ്, ഗോൾ സെറ്റിംഗ്, പിന്നെ വാല്യൂസ്, തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ വന്നു. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതിൽ അത്യാവശ്യം തൊമൻജിയുടെ എല്ലാ കാര്യങ്ങളും എവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ എവല്യൂഷനകത്ത് നമ്മൾ ഗോൾ സെറ്റിങ്ങോ ഇതെല്ലാം എങ്ങനെയാണ് വന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് ഞാൻ നല്ലൊരു കരിയർ കൗൺസിലറാണ്, നിങ്ങൾ ആരും എന്നെ നോക്കി പഠിക്കരുത് എന്ന് കാണിക്കാൻ പറ്റുന്നൊരു പീസാണ് ഞാനെന്ന്. കാരണം നേരത്തെ ചോദിച്ച പോലെ എഞ്ചിനീയറിംഗിൽ നിന്ന് മാനേജ്മെന്റിലേക്ക്, സൈക്കോളജിയിലേക്ക് പോയി. തുടങ്ങിയത് ബിസിനസ് കമ്പ്യൂട്ടറിന്റെ ആയിരുന്നു. ടച്ച് സ്ക്രീൻസ്, ലാർജസ്റ്റ് ടച്ച് സ്ക്രീൻ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ വാസ് ഡൺ ബൈ മീ. കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക റെയിൽവേസിന് വേണ്ടിയിട്ട്. അവിടുന്ന് മാറി ട്രെയിനിങ്ങിലേക്ക് മാറി. ഇപ്പം അതിൽ നിന്ന് ഒരു കോളേജ്, ആ കോളേജിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നതും, എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ടേണിംഗ് പോയിന്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള MBA കോളേജുകൾക്ക് ഞാൻ ക്ലാസ് എടുത്തു. അപ്പൊ MBA ഇങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കേണ്ടതെന്നൊരു തോട്ടും. പിന്നെ ഐ യൂസ് ടു ഡു സം ട്രെയിനിങ്സ് അബ്രോഡ് ഓൾസോ. അവിടെ വിദേശത്തൊക്കെ ലെഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി MBAക്ക് എടുത്തപ്പോൾ അവർ കൂടുതൽ അപ്ലിക്കേഷൻ ഓറിയന്റഡും നമ്മളിവിടെ ഓൾമോസ്റ്റ് തിയറിറ്റിക്കൽ ഓറിയന്റഡ് എന്ന് പറയുന്ന ആ ഒരു ഷിഫ്റ്റിൽ നിന്നാണ് ഞാൻ കോളേജ് തുടങ്ങിയത്. അപ്പൊ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്.
coming to Lead College, you have said about Lead College now. But Lead College in the starting point, in Lead College mentor management graduates in the difference. When it comes to Kerala, either college paper presentation or group discussion or Lead College management has a difference. But our difference in ബാക്കിയുള്ള കോളേജസിൽ നടക്കുന്ന ഇപ്പൊ നോർമൽ MBA സ്റ്റഡി, ബിക്കോസ് യു ഹവ് ബീൻ ത്രൂ normal MBA and your college, it is imparting a different kind of college, disseminating knowledge of management. അപ്പൊ അതിന്റെ ആ കോൺസെപ്റ്റ് ഡിഫറൻസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? സർ, ആസ് സെഡ് ഏർലിയർ, നമ്മുടെ കോളേജുകൾക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ദേ ആർ ഫോക്കസിങ് ഓൺ ദ തിയറിറ്റിക്കൽ ആസ്പെക്ട്. നമ്മളിപ്പം ബ്ലൂംസ് ടാക്സോണമി എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴത്തുള്ള റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് എന്ന് പറയുന്നതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്താലും മുഴുവൻ റിമെമ്പറിലാണ് കിടക്കുന്നത്, ഏറ്റവും ലോവസ്റ്റിലാണ്. അത് അണ്ടർസ്റ്റാൻഡ് പോലും ചെയ്തോ എന്ന് അറിയേണ്ട കാര്യമില്ല, നമ്മൾ അതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. ഈ ഒരൊറ്റ പാറ്റേണേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ള കോളേജുകളെ കുറ്റം പറയല്ല, കാരണം അവിടുത്തെ സാറുമാരും അങ്ങനെ തന്നെ പഠിപ്പിച്ചത് അതങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ബുക്സിന്റെ നോളജ്, അത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അത് ബുക്കിലുള്ള നോളജുകൾ അങ്ങോട്ട് കൊടുക്കുന്നു, കുട്ടികൾ അത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു എന്നുള്ളതാണ്. അതില് ലീഡിലുള്ളൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ, ഇപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ചെയ്യുന്നത്. വി ഹാവ് 17, വി കോൾ ഇറ്റ് ആസ് LOT, ലീഡ് ഓപ്പറേറ്റിംഗ് ടീംസ്. അപ്പൊ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അവർ നടത്തുന്നതാണ് ക്യാൻറ്റീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻറ്റീനിലെ സ്റ്റാഫുണ്ട്, കുക്കിംഗ് സ്റ്റാഫുണ്ട്. അപ്പം ഈ കുട്ടികളുടെ ഈ ഗ്രൂപ്പാണ് മെനു ഡിസൈഡ് ചെയ്ത് അങ്ങാടി പോയി സാധനം, ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയും ഇവർക്ക് കൊടുക്കുകയും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇവർക്കുള്ള സാലറി അഡ്വാൻസും സാലറിയും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നുള്ള പ്രോഗ്രാംസ് വരികയാണ്, അതിന്റെ ബില്ലിങ്ങും അതിന്റെ അപ്രോപ്രിയേഷനും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് കുട്ടികളാണ്. അപ്പൊ ആദ്യമൊക്കെ ഇവരെ കളിയാക്കുമായിരുന്നു കുശ്മിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കമ്പനികൾ വന്നപ്പോൾ ഇവരെ എടുത്തിട്ട് പോകാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, അവർ പറയണത് നിങ്ങളൊരു 300 പേർക്കുള്ള ക്യാൻറ്റീൻ നടത്തിയിട്ട് പോകണമെങ്കിൽ ഇഷ്ടം പോലെ ക്രൈസിസ് അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പം സാധനമില്ല, ചിലപ്പോൾ എരിവ് കൂടിപ്പോയി, ഉപ്പ് കൂടിപ്പോയി, പെട്ടെന്ന് കൂടുതൽ ആൾക്കാർ വന്നു, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്ത് വന്ന ഒരാൾക്ക് ഒരു ഓപ്പറേഷൻസിൽ ഇട്ടാൽ അയാൾ വളരെ എളുപ്പമാണ്. അതിൽ ഞാൻ ഐ എം നോട്ട് കോട്ടിങ് ദ നെയിം ഓഫ് ദ കോളേജ്, വേറൊരു നല്ലൊരു കോളേജിനെ കുറിച്ച് പറഞ്ഞത്, ആ കുട്ടികളെ എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിയാ വരുന്നത്, സാർ ടയർ പഞ്ചറായി, ഇനി എന്താ ചെയ്യേണ്ടത്? ഐ മീൻ ആ ഒരു ബേസിക് ലെവല് പോലും ഇഫ് ദേ ആർ ഗൈഡഡ് ദേ ഡു എന്നുള്ളതിന് ഒരു സെൽഫ് ഇനീഷ്യേറ്റീവ് എടുത്ത് എന്താ വേണ്ട വെച്ചാൽ ചെയ്യണം, അത്രേ ഉള്ളൂ. നമുക്ക് കാര്യം നടക്കാൻ വാട്ട് ഷുഡ് ബി ഡൺ, ഇറ്റ് ഹാസ് ടു ബി ഡൺ. അപ്പൊ ആ ആസ്പെക്ടിലേക്കുള്ള ഒരു ട്രെയിനിങ് ആണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നതും. ബേസിക്കലി റാദർ ദാൻ ദ കണ്ടന്റ്സ് ഓഫ് MBA, വാട്ട് ഈസ് റിക്വയർഡ് ഇൻ ലൈഫ് ഹാസ് ടു ബി, അതും പഠിപ്പിക്കൊന്നുമല്ല, അവർ ചെയ്ത് ദേ ലേൺ എന്നുള്ളതേ ഉള്ളൂ. ആസ് സെഡ്, കോളേജ് ഈസ് ഗേറ്റ്ലെസ് വിതൗട്ട് വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് ടീച്ചിങ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ ക്യാമ്പസ്. കംപ്ലീറ്റ് മുറികളും എല്ലാം തുറന്നു കിടക്കുന്നു. അപ്പൊ അവർക്ക് അതിലൊരു ഫ്രീഡവും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അവിടെ ഒന്നും പറ്റരുത് എന്നുള്ളൊരു ഭാഗം കൂടെ. അവിടെ അവർ ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞ്, അതൊരു ഫസ്റ്റ് ബാച്ചിന് മാത്രമേ നമുക്ക് പാടുണ്ടായിരുന്നുള്ളൂ അതിനെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ താഴത്തോട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇവര് നല്ല റെസ്പോൺസിബിൾ ആയിട്ട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, ഈവൻ വെൻ ദേ ഗോ ടു കമ്പനീസ്, ദേ ടെൻഡ് ടു ഡു ദ സെയിം. അപ്പൊ അവര് ഓക്കെ, ഞങ്ങളുടെയാണ്, ഇതിന് എന്താ വേണ്ടത് അത് ചെയ്യണം. അതിനിപ്പോ ഒരാൾ ഓർഡർ കാത്തിരുന്ന് ഒരാൾ അതിൽ നോട്ടിട്ട് ഫോർമാലിറ്റി ഒന്നും അല്ല, നമുക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഭാഗം. ഇപ്പോ ഇഫ് വി ടേക്ക് മാസ്ലോസ് ലോ, സൈക്കോളജിയിൽ പറയുന്നത് ആരും ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല, സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ. സോ ഹൗ ഇസ് യുവർ ഫീഡ്ബാക്ക് വിത്ത് ദി സ്റ്റുഡൻസ് ഹു ആക്ച്വലി learn and go out and get placed in better companies because of their edge? Because ഇവിടെ കിട്ടുന്ന ആ ഒരു എഡ്ജിൽ പല ആൾക്കാരും പ്ലേസ്ഡ് ആവുന്നതിന്റെ ഈസിൽ, how is the response with the students? They are very happy. Like I cannot say 100%, കാരണം എല്ലാത്തിലും കുറച്ച് പേരുണ്ട്, but majority of the people are happy. There may be a minority. വെച്ചപ്പോൾ അതെങ്ങനെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം എല്ലാ ആഴ്ചയിലും, ഇപ്പൊ പാൻഡമിക് അല്ല എങ്കിൽ ഒരു 10 അലുമിനി ഇവിടെ ഉണ്ടാവും, വെറുതെ എങ്ങ് വരും. ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, നാളെ രാവിലെ പോകുന്നുണ്ട്, അവർ ക്യാൻറ്റീനിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. അല്ല, they feel this as the second home. പലരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങോട്ട് വരും, ഇവിടെ ഒരു ദിവസം താമസിക്കും. ഞങ്ങളും കഴിയുന്നതും എല്ലാത്തിനും ശ്രമിക്കാറുണ്ട്. ബട്ട് ദെൻ അതൊരു റുട്ടീനാണ്. പല ബാച്ചുകാരും ഇപ്പം ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നാൽ അവരുടെ
അവരെല്ലാവരും കൂടെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇഫ്താറുണ്ട്. റംസാൻ മാസത്തിൽ ഇഫ്താർ ഞങ്ങൾ ഓരോ ബാച്ചിനാ കൊടുക്കുക. അപ്പം ഇപ്പം 2014 ബാച്ച് എന്ന് പറഞ്ഞാൽ 2014 വരാൻ പറ്റുന്നവരെല്ലാരും കൂടെ വൈകുന്നേരം ഇവിടെ വരും. ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ഇവിടെ വരുന്നു എന്നുള്ളത് ഒരു ഭാഗം, രണ്ട് അവരെല്ലാരും കൂടെ കാണുന്നു എന്നുള്ളതും ഒരു ഭാഗമാണ്. സോ ദാറ്റ് ഫ്രീക്വന്റ്ലി ഇറ്റ് ഹാപ്പൻസ്. So we're talking about happiness. The 290th training program of Turning Point, our Guinness World Record in the moment. We would like to relive that, because one thing, ഇപ്പോൾ ഡോക്ടർ തോമസ് ജോർജ് ആണ് തൊമ്മൻ, അല്ലെങ്കിൽ തൊമ്മൻജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ എന്നൊന്നും ആരും കണ്ടാൽ പറയാത്ത ഒരു വളരെ ദ ഗ്രേറ്റ്നസ് ഓഫ് ദിസ് മാൻ ഇസ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഗാന്ധിനെ പറഞ്ഞ പോലെ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായ സ്ഥിതിക്ക് ദാറ്റ് മൊമെന്റ് ഹൗ വാസ് ഇറ്റ്? ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ്? I'll just take 2-3 മിനിറ്റ് ഇതിനു വേണ്ടി എടുക്കാം. ഞാനത് I said everything has been evolved എന്ന് പറഞ്ഞ പോലെ എന്റെ കേസിലും ഞാൻ ഗിന്നസ് റെക്കോർഡ് എടുക്കണമെന്ന് ഗോൾ സെറ്റ് ചെയ്തതോ ഒന്നുമല്ല. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്ത്, ഹിസ് നെയിം ഇസ് ജാഫർ, ഡ്രമ്മർ ആയിരുന്നു. എത്രയോ മണിക്കൂർ കൊട്ടി ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് ഹാളാണ് ചോദിച്ചത്. ലൈക്ക് ഹി വാണ്ട്സ് ടു ഡു ഇറ്റ് ഇൻ ദ കോളേജ്. പലരും ഓഡിയൻസ് വരും, പലരും സഹായിക്കും. അപ്പം ഹാള് വേണം, പിന്നെ 2-3 ഗസ്റ്റ് റൂംസ് ഞങ്ങൾക്കുണ്ട്, അത് വേണം. കാരണം ഡൽഹിയിൽ നിന്ന് ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അത് യെസ് എന്ന് പറഞ്ഞ് അതങ്ങോട്ട് കൊടുത്തു. അത് കൊടുത്തപ്പോഴാ പിള്ളേർ ചോദിച്ചു, അല്ലതമ്മ അവര് റെക്കോർഡ് എടുക്കുന്ന പോലെ നമുക്കൊരു റെക്കോർഡ് വേണ്ടേ? ഒരു ചുമ്മാ ചോദ്യം. അതിൽ നിന്ന് വന്ന് എന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറെ ആലോചിച്ചു. റൂബിക്സ് ക്യൂബ് 300, ഞങ്ങൾക്ക് 300 കുട്ടികളേ ഉള്ളൂ, അതാ കുഴപ്പം. പിന്നെ ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. 300 പേരും നിന്ന് ഒരു 20 ട്യൂബ് ലൈറ്റ് തലയിൽ അടിച്ചു പൊട്ടിച്ച് 6000 ട്യൂബ് ലൈറ്റ് പൊട്ടിച്ച്. പക്ഷെ എന്റെ ട്രസ്റ്റി പ്രതീക്ഷ പറഞ്ഞു, നോ, അതില് മെർക്കുറി ഉണ്ട്, ദാറ്റ്സ് ഹസാർഡസ്. ഒരു മെർക്കുറി ഒരു ട്യൂബ് പൊട്ടുന്ന പോലെ അല്ല, ഇത്രയും പേര് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേര് എൻ്റെ അടുത്ത് പറഞ്ഞു, തൊമ്മൻ ട്രെയിനിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ 63 മണിക്കൂറിന്റെ ട്രെയിനിങ് എടുത്ത് എനിക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കിട്ടി. അപ്പൊ അതില് 63 മണിക്കൂർ എടുക്കുക എന്ന് പറയുമ്പോൾ വലിയ പാടില്ല. കാരണം എല്ലാ 1 മണിക്കൂറിനും 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ 1 ഡേ യു ഗെറ്റ് 4 hours. ഇപ്പൊ 20 minutes ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 3 മണിക്കൂർ ഉറക്കം വാസ് മോർ ദാൻ ഇനഫ്. അങ്ങനെയാണ് ഞാൻ ഗിന്നസ് അത് കഴിഞ്ഞിട്ട്, അത് കിട്ടിക്കഴിഞ്ഞപ്പോഴ് പിന്നെ അതിങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്ത്. ഗിന്നസ് റെക്കോർഡിന്റെ കിട്ടിയപ്പോഴാ ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ അപ്ലൈ ചെയ്തത് 100 മണിക്കൂറിനാണ്. അത് മലയാളി ആകുമ്പോൾ 100 അല്ല 101. ഇങ്ങനെ 101 മണിക്കൂറിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അവർ പറഞ്ഞു 50 hours ആണ് മുമ്പിലത്തെ, എനി അവർ മോർ ദാൻ ദാറ്റ് ഇസ് ഫൈൻ. അങ്ങനെ ഞാൻ വേണ്ട 72 മണിക്കൂർ, ഇതിന്റെ ഇടയിൽ 72 മണിക്കൂർ ആക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവരുടെ സ്പെഷ്യൽ കണ്ടീഷൻസ് വന്നപ്പോഴേ 1 മണിക്കൂറിന് 5 മിനിറ്റേ ബ്രേക്ക് ഉള്ളൂ. അപ്പം ആ 5 മിനിറ്റ് വെച്ച് നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളൊരു ചോദ്യം. എനിക്ക് ട്രെയിനിങ്ങോ കണ്ടന്റോ അല്ല, ഈ 5 മിനിറ്റ് വെച്ചിട്ട്. അപ്പം ഞാൻ അവസാനം ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ 72 മണിക്കൂറായി. ഞാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണി വരെ ഞാൻ സെഷൻ എടുത്തു. 7 തൊട്ട് 8 വരെ 1 മണിക്കൂർ ബ്രേക്ക്. രാത്രി 8 തൊട്ട് രാവിലെ 8 വരെ വീണ്ടും ഞാൻ സെഷൻ എടുത്തു. 8 തൊട്ട് 9 വരെ ബ്രേക്ക്. 9 തൊട്ട് രാത്രി 9 വരെ എടുത്തു. 9 തൊട്ട് 10 വരെ ബ്രേക്ക്. ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയത് 3 ദിവസം. അപ്പൊ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നതാണ് നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനോ, മൂത്രം ഒഴിക്കാനോ, പല്ല് തേക്കാനോ, താടി പഠിക്കാനോ, കുളിക്കാനോ, ഉറങ്ങാനോ, ഇതെല്ലാം കൂടെ ഉള്ളത് ഈ 1 മണിക്കൂറാണ്. അത് മാനേജ് ചെയ്യേണ്ട ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ എനിക്ക് പ്രശ്നമില്ല. അത് കിട്ടിയതിന്റെ കഥ ചോദിച്ചപ്പോഴേ എൻ്റെ അടുത്ത് ആരാണ് ചോദിച്ചത്, എങ്ങനെയാ തൊമ്മനത് തോന്നിയതെന്ന് ചോദിച്ചപ്പോ, എങ്ങനെ ധൈര്യം വന്നതെന്ന് ചോദിച്ചതിന്റെ കഥ. ഞാൻ പണ്ട് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനും ഹരിയേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി, ഞങ്ങൾ പല സ്കൂളുകളിലും ട്രെയിനിങ് എടുക്കാൻ പോകുമായിരുന്നു, പല കോളേജുകളിലൊക്കെ പോകുമായിരുന്നു. അപ്പൊ എന്റെ ഉള്ളിലൊരു തോന്നൽ, ഒരു കോംപ്ലക്സ് ആവാം, എന്റെ ട്രെയിനിങ് ഹരിയേട്ടൻ അത്രയും പോരാന്നൊരു തോന്നൽ. ഒരു ദിവസം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞു, സർ യുവർ ക്ലാസ് വാസ് ഓസം സർ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ വേഗം ഹരിയേട്ടനെ ചുറ്റും നോക്കി, ഹരിയേട്ടനെ കണ്ടില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, നോ സർ, ഐ ഹവ് ഡിസൈഡഡ്, ഐ ഹവ് കൺഫേംഡ്, ഐ എം ഗോയിങ് ടു ബിക്കം എ ട്രെയിനർ, യു ഹവ് സെറ്റ് മൈ ഗോൾ. അപ്പൊ ഞാൻ വേഗം ഹരിയേട്ടനെ മൊബൈൽ എടുത്ത് വിളിച്ചു, ഹരിയേട്ടൻ ഒന്ന് കേൾക്കാൻ. അപ്പൊ അത് അദ്ദേഹം ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഞാൻ അത്രയും വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ചുമ്മാ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ, വൈ ഡു യു തിങ്ക് യു ക്യാൻ ബിക്കം എ ട്രെയിനർ? ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇഫ് യു ക്യാൻ ബിക്കം എ ട്രെയിനർ, ഐ ടു ക്യാൻ ബിക്കം എ ട്രെയിനർ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നഗ്ന നാച്ചുറൽ സത്യമാണ് അത് പറഞ്ഞത്. ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അത് എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പം അത് കഴിഞ്ഞ പിന്നെ എൻ്റെ ഗിന്നസ് റെക്കോർഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം, ഇനി എന്താ അടുത്ത റെക്കോർഡാണ്? ഞാൻ അടുത്ത റെക്കോർഡ് എടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ
റെക്കോർഡ് എടുക്കേണ്ടവരെ ഞാൻ സഹായിക്കാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നെ അത് കഴിഞ്ഞ് കോളേജിൽ തന്നെ ഒരു 5 ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് പലരും, ഇവിടുത്തെ ഉള്ളവരല്ല വെളിയിലുള്ളവർ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ വെളിയിലുള്ള കുറെ പേർക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരാൾ ഇവിടെ തന്നെ വന്ന് ചെയ്ത് 2 പേർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നുവെച്ചാൽ ജസ്റ്റ് ടു മേക്ക് ദം ഫീൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ ഗിന്നസ് എന്നൊക്കെ പറയുന്നത് എന്തോ ദൂരെ എന്നുള്ള സാധനം, അതിപ്പോ ഞാൻ PhD എടുക്കാനും ഞാൻ ഉദ്ദേശിച്ചതല്ല. MPhil കഴിഞ്ഞപ്പോ അങ്ങ് PhD ആയിപ്പോയി. PhD എടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഐ എം ഹെൽപ്പിംഗ് ലൈക്ക് ഇത്രയേ ഉള്ളൂ. എന്നെ കൊണ്ട് PhD എടുക്കാൻ പറ്റുമെങ്കിൽ ആരെ കൊണ്ടും പറ്റും എന്നുള്ളൊരു ഭാഗത്തേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്റെ കൂടെ അന്ന് വർക്ക് ചെയ്ത സ്റ്റാഫുകൾ എല്ലാവരും തന്നെ, ഞാൻ ലീഡ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ PhD എടുത്തു. ഇപ്പൊ ഇവിടെ 7 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ PhD സെന്റർ കുഫോസിന്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് പോസിബിൾ. ഇറ്റ് ഇസ് പോസിബിൾ എന്നുള്ള ലെവലിലേക്ക് വന്നു. അതേപോലെ തന്നെയാണ് ഗിന്നസ് റെക്കോർഡും. അപ്പൊ എന്ത് കാര്യവും ഇറ്റ് ഇസ് പോസിബിൾ എന്നുള്ളൊരു തോന്നല്, ആ തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ, ബിലീഫ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം പോസിബിൾ ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. അപ്പൊ ഒരു മൈൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അതാണ് ശരിക്കും പറഞ്ഞാൽ യുവർ ലൈഫ് ഹാസ്. അങ്ങനെയുള്ള ഒരു സമയത്ത് കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു ചെറിയൊരു പ്രോഗ്രാം, ആൻഡ് ദാറ്റ് ഇസ് നൗ ഗോയിങ് ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തുടങ്ങുന്നതിന്റെ ആ റീസണും അതിന്റെ പുറകിലുള്ള ഒരു കഥയും അറിയാൻ ആഗ്രഹം. എഗെയിൻ അതും ഒരു ദാറ്റ് ഈസ് ഓൾസോ ഇവോൾവ്. ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് പണ്ട് ഞാനൊരു വായിച്ചൊരു ബുക്കായിരുന്നു 21 Days Count Down to Success. അപ്പൊ ആ ബുക്ക് ഞാൻ വായിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കോളേജിൽ 1-2 ബാച്ചുകൾ ഞാൻ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ കേസസിൽ ഞാൻ ഓരോ ദിവസവും 21 ദിവസമായിട്ട് അത് ചെയ്യേണ്ടത്, അത് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചെയ്തിട്ടു. അത് കുറെ പേര് കണ്ടു, ഒത്തിരി ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ സോ മെനി പീപ്പിൾ. പലരുടെയും ഫാമിലി ആയിട്ട് മൊത്തം കൂടി ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ ഫീഡ്ബാക്ക് ഒത്തിരി കിട്ടി. അത് ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് ഇത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പോ ഇനി എന്താന്ന് ചോദിച്ചപ്പോഴാണ്, എന്താന്ന് ആർക്കും അറിയത്തില്ല, ബാ നമുക്കൊന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് അന്ന് ആദ്യം വൈകുന്നേരം 4 മണിക്ക് സൂമിൽ ഇരുന്നു. അപ്പൊ അന്ന് കുറേ പേര് വന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ, അത് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോ വൈകുന്നേരം എന്നുള്ള സമയം പറ്റാതായി. പിന്നെ രാത്രി 9 മണിയാക്കി. അപ്പൊ അന്ന് രാത്രി 9 മണിയാക്കി. ഒരു ഇതിന് 2-3 ഡേയ്സ് നമ്മൾ 9 മണിയാക്കി. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഗ്രൂപ്പ് അത് എങ്ങനെയോ ഫുൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ടിവിറ്റിയാണ്. എത്ര വലിയ വലിയ സ്പീക്കേഴ്സ് ആണ് വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും വലിയ വലിയ സ്പീക്കേഴ്സ് വന്ന് എന്തൊക്കെ ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും റിലേറ്റഡ് അല്ലാത്ത കാവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, സൈക്കോളജിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈയിടെ നടന്നത് ഒരു ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ചിലത് ബാങ്കിങ്ങിനെയാണ്. ഇങ്ങനെ ഞങ്ങൾക്കൊരു താമര മാം ഉണ്ട്. മാം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഥ പറയും. അത് ചെറിയ കഥയൊന്നുമല്ല, ഒരു മണിക്കൂർ നീളമുള്ള കഥ. ഇങ്ങനെ ഇരുന്നു പോവും. അതിനകത്ത് പാട്ടുകൾ നടന്നിട്ടുണ്ട്. വെളിയിൽ നിന്നുള്ള പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ ചുമ്മാ യു ആർ ഓൾസോ മെമ്പർ. അതില് ഞങ്ങള് വെറുതെ ഇരുന്ന് വർത്താനം പറയാറുണ്ട്, ടോപ്പിക്സ് എടുത്ത് സംസാരിക്കാറുണ്ട്. അത് കേരളത്തിലുള്ളവരുണ്ട്, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. വെളിയിൽ തന്നെയുള്ള ഇന്ത്യൻസ് ആണ്. US-ലുള്ള ഡോക്ടർ വേണുഗോപാൽ ഏകദേശം എല്ലാ മാസവും ഓരോ സെഷൻ എടുക്കുന്നുണ്ട്. ദർ ആർ ലിസണേഴ്സ് ഫ്രം ഗൾഫിൽ ഒത്തിരി പേരുണ്ട്, ജർമ്മനിയിലുണ്ട്, അങ്ങനെ UK-യിലുണ്ട്. UK-യിൽ വേണുഗോപാൽ ലൈക്ക് ഉണ്ണികൃഷ്ണനും നഹാസും എല്ലാം അവിടുന്ന്. ഞങ്ങള് ഓണത്തിന് ഞങ്ങൾ ഇവിടെ കൂടാവുന്നവരെല്ലാവരും ഒന്ന് കൂടി, കുറച്ചു പേര്. പിന്നെ 300 ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആഘോഷിക്കാൻ നോക്കി. പക്ഷെ കോവിഡ് ആയത് കാരണം നടന്നില്ല. ഈ ഗ്രൂപ്പില് അതൊരു വലിയൊരു ഫാമിലി സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം വരുമ്പോഴേക്കും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ല രസമായിട്ട് പോണു. ഇതിലെ ഏറ്റവും തമാശ എന്ന് പറയുന്നത് 90% ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഈയിടെ 365 സെലിബ്രേറ്റ് ചെയ്തു. 400 ദിവസമാണ് ഡോക്ടർ ജി ബാലേന്ദ്രൻ, ബാലേട്ടൻ JC-യിലെ വലിയൊരു ട്രെയിനർ, അദ്ദേഹം വന്നു. അന്നൊക്കെ ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ഞങ്ങൾക്കതൊരു എന്താ പറയാന്നറിയില്ല, ലൈക്ക് ഇറ്റ്സ് എ റുട്ടീൻ. ഞങ്ങളുടെ രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കണം, ടോയ്ലറ്റിൽ പോകണം, കുളിക്കണം എന്ന് പറഞ്ഞ പോലെയായി. വൈകുന്നേരം 9 മണിയാകുമ്പോഴേക്കും ഇതിൽ കയറുക എന്നുള്ളൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്ക് നല്ല രീതിയിൽ ആൾക്കാർ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. വളരെ ഇന്റലക്ച്വൽസ്, പല ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നന്നായിട്ട് പോകണം. അതൊന്നും ഒരിക്കലും ഞങ്ങൾ ആരും തന്നെ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യമല്ല. ഇത് ഇങ്ങനെ അതില് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആരും പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. ദർ ഇസ് നത്തിങ് കൺട്രോളിങ്. ആര് എന്ത് എങ്ങനെ വേണമെങ്കിലും എന്നുള്ളതാണ്. ഇപ്പൊ അതില് 2 വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. അതെന്ന് അറിഞ്ഞിപ്പോ നമ്മൾ 3ാമത്തേതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
അതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഐ മീൻ ലെറ്റ് മീ ടെൽ യു, അത് എല്ലാവരും പറയുന്നുണ്ട് ലീഡ് മാസ്റ്റർ മൈൻഡ് എന്ന് പേരൊക്കെ വന്നപ്പോ തൊമ്മനെ അല്ല, തൊമ്മന്റെ പ്രോഗ്രാം കഴിഞ്ഞ് അതങ്ങോട്ട് വന്നൊരു കാര്യമാണ്. ഞാനും അതില് എല്ലാവരെയും പോലെ ഒരു മെമ്പർ എന്നല്ലാതെ എനിക്കതിൽ പ്രത്യേകിച്ച് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എക്സ്ട്രാ ഓൺ ദാറ്റ്. ഐ മീൻ ഐ ഹാവ് എൻ അറ്റാച്ച്മെന്റ് ടു ദാറ്റ് എന്നല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു എന്താ പറയാ, I'd like to add one thing. ഇപ്പോ to everyone, dissemination of knowledge എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ശരിക്കും നോളജിന്റെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ആണ് മാസ്റ്റർ മൈൻഡ്. കാരണം അവിടെ ആരും മുതലാളിയില്ല, തൊഴിലാളിയില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഓപ്പൺ ഫോറം വേർ I have heard Dr. Venugopal on body language and all the specifics. അദ്ദേഹം ഡോക്ടറായിട്ട് US പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ശ്രീലേഖയുടെ കാവിനെ കുറിച്ച് പറയുന്ന സെഷനെ കുറിച്ച് പറഞ്ഞു. We had advocates who are like very senior prosecutors who talked about cases. അങ്ങനെ അതുകൂടാതെ ഡിഫറെന്റ് ആസ്പെക്ട്സ് which come into very much of use. ഏതൊരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ കോർപ്പറേറ്റോ ഇത് ആരാണ് മാസ്റ്റർ മൈൻഡിൽ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ everyone. So ഇങ്ങനെയുള്ള ഈ ഒരു കോൺസെപ്റ്റിന് doesn't that hold a value of a record plus 400 plus sessions continuously without a break? That itself is a record. അതാണ് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം. ഞാൻ അതൊന്ന് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പലതും ഇപ്പം again to add on with when you spoke, like we had കെമാൽ പാഷ അഡ്വക്കേറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ അതിലെ ജഡ്ജായിട്ട് അദ്ദേഹം സെഷൻ എടുത്തിരുന്നു. വി ഹാഡ് ഓൺ ഫാമിംഗ്, അഗ്രികൾച്ചർ, ഇങ്ങനെ കുറെ പല രാജ്യങ്ങളിലും പലതും ചെയ്തതിനെ പറ്റിയും എല്ലാം സെഷൻസും ഫോട്ടോസും കൈലാസ യാത്ര എന്താണ് ടോപ്പിക് എന്ന് അതാണ് അതിന്റെ ഒരു രസം. നമ്മളൊരു സാധാരണഗതിയിൽ അതെ ഒരു കഥകളല്ല. അപ്പം അതില് പറയാൻ വന്നത് അങ്ങനെ അതിനെ ഒരു റെക്കോർഡായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി ദാറ്റ്സ് ആൻ ഇൻപുട്ട്. ഐ സീക്ക് ഫോർ ഇറ്റ്, ലൈക്ക് യുനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബിഡ് ചെയ്യും. ഒരിക്കലും വേറെ ആരും ഒരു ദിവസം ബ്രേക്ക് ഇല്ലാതെ ഇപ്പൊ യു ഹാവ് എ സൂം റെക്കോർഡ്, യു ഹാവ് എ റെക്കോർഡിംഗ് ഓഫ് എവറിത്തിങ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ 400-ലേറെ അല്ലെങ്കിൽ 365 ആവുമ്പോൾ തന്നെ ഒരു വർഷം നോൺ സ്റ്റോപ്പ് ആയിട്ട് സെമിനാർ ഓഫ് ഡിസമിനേറ്റിംഗ് നോളജ് എന്നുള്ളത് മാസ്റ്റർ മൈൻഡ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന രാം സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ വന്ന് ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ട്സ്, അവിടെയുള്ള ഓരോ ആസ്പെക്ട്സിലും ഓരോ ആൾക്കാർ, അതിൽ ടീച്ചേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൾ പ്രൊഫഷണൽസ്. അപ്പോൾ ഹൗ ഡു യു ഡിഫൈൻ ദാറ്റ് ഇൻ മാനേജ്മെന്റ്? ഇത് ഇപ്പൊ ലീഡ് കോളേജിൽ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാനേജ്മെന്റിന്റെ എന്ത് മോഡലാണ്? ബിക്കോസ് ഇതിനകത്ത് ഒരു മാനേജ്മെന്റ് ഇല്ലാതെ സെൽഫായിട്ട് റൺ ആവുന്ന ഒരു ഇറ്റ്സ് മോർ ലൈക്ക് ദ സൺ വേർ ഫ്യൂഷൻ ബിക്കംസ് ഫിഷൻ ആൻഡ് ഫിഷൻ ബിക്കംസ് ഫ്യൂഷൻ, അങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുകയല്ലേ. ഇപ്പൊ ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? അല്ല, അത് ഇപ്പൊ നമ്മള് മാനേജ്മെന്റിലേക്ക് വരുമ്പം ലീഡർഷിപ്പ് സ്റ്റൈലിൽ എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക്, അല്ലെങ്കിൽ പിന്നെ മൂന്നാമത് പറയുന്നത് ഫ്രീ റെയിൻ, ലേസ് എഫെയർ. ഇതില് ഓട്ടോക്രാറ്റിക്കിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോക്രാറ്റ് നല്ല കാര്യമായിട്ട് പുള്ളി കേപ്പബിൾ ആണ്, നടത്തി പോകും. പക്ഷെ പുള്ളിയുടെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഇല്ല എന്നൊരു കുഴപ്പമുണ്ട്. സെക്കൻഡ് ലെവൽ ഓഫ് ലീഡർഷിപ്പ് ഇല്ല. ഇപ്പം ഹിറ്റ്ലറോ വേറെ ആരുടെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ ആള് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പോയി, ഓർഗനൈസേഷനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നന്നായിട്ട് പോയി, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. വെറസ് ലൈക്ക് ബ്യൂറോക്രാറ്റിക്കോ ഡെമോക്രാറ്റിക് ഏതെടുത്താലും ഇതേപോലെ തന്നെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ശരിക്ക് ഒരു മാനേജ്മെന്റും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത് ലേസേ ഫെയർ ആണ്. ആരും ലൈക്ക് എല്ലാവരും അവരവരുടെ രീതിയിൽ നിന്നുള്ള. പക്ഷെ ശരിക്കും ലീഡർഷിപ്പ് ഇവല്യൂഷൻ നടക്കുന്നത് അവിടെയാണ്. നമുക്ക് അതല്ല എങ്കിൽ ഒരാൾ ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ടെങ്കിൽ ആരും ഇൻസ്ട്രക്ട് ചെയ്യാനില്ലാതെ അത് ചെയ്ത് വരിക എന്ന് പറയുന്നത് അത് അത്രയുമാണ്. ഇതിലിപ്പം ആരാണോ അന്നുള്ള ആൾ അങ്ങോട്ട് ഹെഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരാൾ അവിടെ കാണുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരാൾ ഇത് പറയുന്നു, അല്ലാതെ ഓക്കെ പുതിയ ആള് പഴയ ആള് ചെയ്തിട്ടുള്ള ആള് എക്സ്പീരിയൻസ് അങ്ങനെ അല്ലാതെ ഓക്കെ ഇന്ന് ഞാൻ എടുത്തോളാം, നീ എടുക്ക. സി ദിസ് ഇറ്റ്സെൽഫ് ഈസ് എ ലീഡർഷിപ്പ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ തോട്ടിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ ലിമിറ്റഡ് നോളജ് ആണ് അതുള്ളത്. ബട്ട് വെൻ ദിസ് ഇസ് ഓപ്പൺ എവറിതിങ് ഇസ് ലൈക്ക് എന്താണ് ഇതിലെ മാനേജ്മെന്റ് അല്ലാത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം തന്നെ ഇറ്റ് ഈസ് മാനേജ്മെന്റ്. കാവ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനെക്കുറിച്ച് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊമ്മൻജിയുടെ ക്ലാസ്മേറ്റ്സ് തൊട്ട്, അതായത് എഞ്ചിനീയറിംഗ് ബാച്ച്മേറ്റ്സ് തൊട്ട്, പിന്നെ സൈക്കോളജിയിലെ ബാച്ചിൽ ഉണ്ടായിരുന്നവര്, ഡോക്ടറേറ്റ് എടുത്ത സമയത്ത് ഉണ്ടായിരുന്നവര്, ഇപ്പോ വളരെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാസ്റ്റർ മൈൻഡിലുള്ളവര്,
ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതാണ് ദ റിയൽ തോമൻ? അങ്ങനെ ഒരു റിയൽ തൊമ്മൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഏതോ ഒരു സിനിമയില് സലീം കുമാർ പള്ളി ഇത് ഞാനല്ല എന്ന് പറഞ്ഞതുപോലെ ഓരോ സമയത്തും ലൈക്ക് വെൻ യു ആർ ഇൻ റോം ബി എ റോമൻ എന്ന് പറയുന്നത് പോലെ ഇപ്പം ഞാൻ മാസ്റ്റർ മൈൻഡിൽ ഇരിക്കുമ്പോൾ മാസ്റ്റർ മൈൻഡ്, ക്ലാസ്സിലിരിക്കുമ്പോൾ റോള് മാറുന്നു, ക്ലാസ് ആണ്. ലൈക്ക് മാനേജ്മെന്റിൽ ഇരിക്കുമ്പോൾ മാനേജ്മെന്റ് ആവണം, സോഷ്യൽ സർവീസിന് ഇറങ്ങുമ്പോൾ സോഷ്യൽ സർവീസർ ആവണം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ റോൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് തൊമ്മൻ ഫോർ ആസ് എവ്രി വൺ ഇറ്റ്സ് എൻ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്. അത് ഇനി ഉള്ളതും ഇല്ലാത്തതും ഇനിയും വരാൻ പോകുന്നതിന്റെ എല്ലാത്തിന്റെയും കൂടെ അഗ്രിഗേറ്റ് ആണ് നമ്മളെല്ലാവരും, ഓരോരുത്തരും. I don't know if it is philosophical. I don't. Looking forward, what more would you like to do in Lead College, in Mastermind, and in your personal life? Sir, in Lead College, one major part which I am turning out is into ഒരു ബാച്ച്. ഇക്കൊല്ലം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു 12 ഓൺടർപ്രണേഴ്സിനെ നമ്മൾ എടുത്ത് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവര് ബിക്കോസ് ഓഫ് ദ കൊറോണ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവരെ 12 ഞങ്ങൾക്ക് ഒരു 12 മെന്റർ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പം ഇവരെ മെന്റർ ചെയ്യാൻ ഒരു 12 ടീച്ചർമാരും അതിനകത്തൊരു 15 പിള്ളേരും ഉണ്ട്. ഓരോ മെന്റർ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ബിസിനസ് പ്ലാൻ എടുത്ത് ഇപ്പൊ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ നോക്കുന്നത് ഒരു ക്ലാസ് റൂം മുഴുവൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ കം വിത്ത് എൻ ഐഡിയ, വി വിൽ ഹെൽപ്പ് യു ടു സ്റ്റാർട്ട് എ ബിസിനസ്. സ്റ്റാർട്ട് എ ബിസിനസ്, വി വിൽ ഹാൻഡ് ഹോൾഡ് യു, വി വിൽ ഗെറ്റ് ഇൻവെസ്റ്റേഴ്സ്. അവര് MBA പഠിക്കും, റെഗുലർ ക്ലാസ്സിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിരുന്ന് പഠിപ്പിച്ചോളാം, പരീക്ഷ എഴുതിച്ചോളാം, ജയിപ്പിച്ചോളാം. അതിന്റെ സെക്കൻഡറി, ദാറ്റ്സ് എൻ എക്സ്ക്യൂസ്. പക്ഷെ അവരുടെ ബിസിനസ് 2 വർഷം കൊണ്ട് അത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കുക. അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് മെന്റേഴ്സും ബിസിനസ്സുകാരൊക്കെ വെളിയിൽ നിന്നുള്ളവരുണ്ട്. അതൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം സാധാരണ ഇപ്പൊ കോളേജിന്റെ ലീഡിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ സാധാരണഗതിയിൽ പറയുക എന്റെ സ്റ്റുഡന്റ് ഇന്നടത്ത് ജോലി ചെയ്യുന്നതെന്നാണ് പറയുക. എനിക്ക് അതിനെ ഈ ജോലി ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജോബ് സീക്കേഴ്സ് ആണ്. അത് മാത്രമല്ല, ഞാൻ എവിടെയോ പറഞ്ഞ പോലെ പഠിച്ച് ജോലിക്ക് പോകുമ്പം ശരിക്കും പറയണേ ഞാൻ ഈ രാജ്യത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാനൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോഴാണ് ഞാൻ ഈ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നത്. ഐം സോറി. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നത് ആ സമയത്ത്. അപ്പം എനിക്കൊരു 60 പേരെ ബിസിനസ്സുകാരാക്കാമെങ്കിൽ ഇൻ ലോങ്ങർ റൺ വിഷൻ എന്നൊക്കെ പറഞ്ഞ അതും ഇവോൾവ് ആണ്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇക്കൊല്ലം നമ്പർ ഓഫ് ബാച്ചസ് കൂട്ടുന്നുണ്ട്, 300 ആക്കുന്നുണ്ട്, 180 ആണ്, 300 ആക്കുന്നുണ്ട്. അപ്പം അതിലത്തെ ഒരു ബാച്ച് ഓൺടർപ്രണേഴ്സിന് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഡ്യൂ ഇയേഴ്സ്, ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ഞങ്ങൾ എല്ലാ ബാച്ചുകളും ഓൺടർപ്രണേഴ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ശരിക്ക് there's a dearth, especially in കേരള. അവര് റുട്ടീൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്യാന്നല്ലാതെ അവരുടെ ഒരു ഇന്നോവേഷൻ എടുത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാമെന്നും നോട്ട് ഓൺലി ഫ്രം ഇന്ത്യ, ലൈക്ക് ഇപ്പൊ നമുക്ക് ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട്. വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം ആഫ്രിക്ക, ഏഷ്യ, പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവരൊക്കെ വന്ന് പഠിച്ച് ജോലിക്ക് പോകുന്നു. ഒരാള് ഹീസ് ഫ്രം ഘാന, അവൻ ഹിന്ദി പഠിക്കുകയാണ്. എന്താ ഹി സേസ് ഞാൻ ഇത് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തന്ന ഐ ക്യാൻ ബിക്കം അംബാസഡർ ടു ഇന്ത്യ, ദാറ്റ് ഈസ് ഹിസ് ടാർഗറ്റ്. അപ്പൊ പലരും പഠിച്ചു പോയവരൊക്കെ നല്ല പൊസിഷനിലുണ്ട്. അപ്പം അത് പകരം ബിസിനസ് ചെയ്യേണ്ട ആൾക്കാരും അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബിസിനസ് പഠിച്ചിട്ട് പോവാമെങ്കിൽ, ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് പഠിച്ചിട്ട് പോവല്ല, അത് ഇവിടുന്ന് ബിൽഡ് ചെയ്ത് ഒരു എംപയർ ആക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ എം ഡ്രീമിങ് അറ്റ് ആസ് ഫാർ ആസ് ലീഡ് ഈസ് കൺസേൺ. മാസ്റ്റർ മൈൻഡിലുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പൊ ഏതൊരാഴ്ച എടുത്താലും ഒരു 3-4-5 പ്രോഗ്രാംസ് വെളിയിൽ നിന്നുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും. മാസ്റ്റർ മൈൻഡിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിലൊരിക്കൽ സ്പീക്കറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ മെമ്പറായി വരുന്നുണ്ട്. ജി ബാലേന്ദ്രൻ, സച്ച് എ ഗ്രേറ്റ് ട്രെയിനർ, വാസ് എൻ പാർട്ടിസിപ്പന്റ് ഫ്യൂ ഡേയ്സ് ബാക്ക്. അപ്പൊ അപ്പം പലരും അങ്ങനെ വരുന്നുണ്ട്. അത് ലെറ്റ് ഇറ്റ് ഗ്രോ and let it be a great boon or help for the mankind എന്നുള്ളൊരു ലെവലിലേക്ക് തന്നെ വരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അതിലൊക്കെ ഇറ്റ്സ് നോട്ട് മൈ വിഷനോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനും അതിലൊരു മെമ്പർ, അതിൽ എനിക്കും താല്പര്യം എന്ന് പറയുന്നത് പോലുള്ള ഒരു കാര്യമാണ്. ദാറ്റ്സ് അബൌട്ട് മാസ്റ്റർ മൈൻഡ്. ആൻഡ് അബൌട്ട് പേഴ്സണൽ ഒന്നുമില്ല, ടു ബി എ കാറ്റലിസ്റ്റ്, ട്രൈങ് ടു ഡു വാട്ട് എവർ ക്യാൻ ബെനിഫിറ്റ് ദ ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മാസ്റ്റർ മൈൻഡില് പ്രദീപിന്റെ പേരെടുത്ത് പറയാം, അല്ലെങ്കിൽ രാം സാറോ, അങ്ങനെ ഏത് പേര് വേണമെങ്കിലും എടുത്ത് പറയാവുന്നതാണ്.
But from your family, who are the names you want to take it up? ഇത്രയും ഈ ജേണി ഇങ്ങനെയെല്ലാം വന്നതിൽ പൊതുവേ ഫാമിലിക്ക് ഒരു അമർഷം ഉണ്ടാവും. കാരണം 24 മണിക്കൂറും ബിസി ആയിട്ടിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അങ്ങനെയാണോ അതോ സപ്പോർട്ടായിട്ടോ കിട്ടിയിട്ടുള്ളത്? എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മയാണ്. ഷീസ് ഏജ്ഡ് 80. ടെൻഷന്റെ ആശാട്ടിയാണ്. ബട്ട് എന്ത് വന്നാലും ഇപ്പൊ കോളേജ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് തന്നെ എൻ്റെ ഒരു, കാരണം ഞാൻ ആദ്യം ചെയ്ത ടച്ച് സ്ക്രീൻസ് ആയിരുന്നു, പിന്നെ ഞാൻ ചെയ്ത ട്രെയിനിങ് ആണ്, പിന്നെ ഞാൻ കോളേജാണ്. അപ്പം അമ്മയ്ക്ക് പേടി ഇനി ഞാനിതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ചെല്ലുന്ന ഉടനെ പോസിറ്റീവായിട്ടൊന്നും ആയിരിക്കില്ല ഫസ്റ്റ് പറയുക. ബട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരും. ഇപ്പം ഈ കോളേജ് തുടങ്ങണമെങ്കിലും ലാൻഡ് വേണം, അമ്മ എനിക്ക് ലാൻഡ് വേണം. നീ കോളേജ് തുടങ്ങാൻ വന്നത് കണ്ടില്ലേ, TV കണ്ടില്ലേ, കംപ്ലീറ്റ് പ്രശ്നം, അവിടെ മുഴുവൻ സ്ട്രൈക്കും ലൈക്ക് യൂണിയനും പാർട്ടി എല്ലാം ഭയങ്കര ഇഷ്യൂ ഒക്കെയാണ്. നീ തുടങ്ങാൻ പോവാണോ? അപ്പൊ തുടങ്ങാമ്മ, നന്നായിട്ട് ചെയ്യാമ്മ. ആ ശരി, എത്ര ഏക്കറാ സ്ഥലം വേണ്ടേ? അപ്പം അപ്പൻ വാങ്ങിച്ചിട്ടൊരു 6.5 ഏക്കർ ഉണ്ട്, അതിലത്തെ 1 ഏക്കറാണ് അമ്മ ആദ്യം എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഭാഗം വെച്ചതൊക്കെ. അപ്പം ലൈക്ക് എല്ലാ സപ്പോർട്ടും എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ അത് എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. ചീത്ത പറയാനും അതെ, പക്ഷെ ആനുവൽ ചെയ്യാനും അമ്മ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എനിക്കതില് ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, അറ്റ് ദിസ് ഏജ് ഓൾസോ നിങ്ങളിവിടെ ആനയുടെ പ്രശ്നം ഒരുപാടുണ്ട് നാട്ടുകാർക്ക്. അപ്പൊ അത് ആനേനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ ഇവിടുന്ന് കൃഷി എന്ന് പറഞ്ഞത് നന്നായിട്ട് പോയി ഈ നാട്ടിൽ നിന്ന്. അത് മാത്രമല്ല, ടോട്ടൽ ഒരു 5-6 പേരെ ചവിട്ടി കൊന്നിട്ടുണ്ട് ആന. അപ്പം അത് ഞങ്ങളൊന്ന് കുറച്ചൊന്ന് ലൈക്ക് രാഷ്ട്രീയമായിട്ടൊന്നും കാര്യമായിട്ട് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് നാട്ടുകാരും കുറച്ച് പേര് ഒന്ന് ടേക്കപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങള് ഫോറസ്റ്റ്. അപ്പൊ ഒരു സമയം എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നീ ഈ കാര്യത്തിന് പോയിട്ട് നിന്നെ 2 ദിവസം ജയിലിലെടുത്തിട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ മീൻ ദാറ്റ് വാസ് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മയ്ക്ക് മുഴുവൻ എടാ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ആലോചിച്ചിരുന്നത്. അതിൽ നിന്ന് നീ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ അമ്മയ്ക്കും തിങ്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രോബബ്ലി MBA സ്റ്റുഡൻസിന് പഠിപ്പിക്കേണ്ട ഒരു സബ്ജക്ട് പോലെ, അതായത് ഒരു മെയിൻ സോഴ്സ് ഓഫ് സപ്പോർട്ട് വിച്ച് വിൽ ആക്ച്വലി ഹെൽപ്പ് എൻ ഓൺടർപ്രനർ ഗ്രോ. അതാണ് അതിന്റെ റീസൺ എന്നും നമുക്ക് പ്രോബബ്ലി ലീഡ് കോളേജിന് അടുത്തൊരു ക്ലാസ്സിനകത്ത് അങ്ങനെയും ഉണ്ടാവുമായിരിക്കാം. സോ പറയാൻ വന്നൊരു കാര്യം, ഈ ഓൺടർപ്രണേഴ്സ് ആവുന്നതിനൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പീപ്പിൾ എക്സ്പെക്ട് സപ്പോർട്ട്. ഞാൻ ഓൺടർപ്രണേഴ്സിനോട് പറയുന്നത് നോബഡി വിൽ സപ്പോർട്ട് യു എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇറങ്ങിയാലാണ് ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ സന്തോഷമാവുന്നത്. മിക്കവാറും സപ്പോർട്ട് കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് ഇറങ്ങിക്കോളും. കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടുന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് എതിരായിരിക്കും, നാട്ടുകാരെതിരായിരിക്കും, എല്ലാവരും എതിരായിരിക്കും. അത് എവിടം വരെ, ഞാൻ ഫുൾ ടൈം ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ഒത്തിരി പേര് അതിന് ഒപ്പോസിഷൻ ആയിരുന്നു. അപ്പൊ എൻ്റെ അന്നത്തെ JCയുടെ പ്രസിഡന്റ് അനൂപ് പറഞ്ഞു, തോമസ് ഈ ഫ്ലൈറ്റ് പോകുന്നത് വരെ ഒന്ന് പുറപ്പെട്ട് കയറാൻ വലിയ പാടാണ്. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈ വേവ് ചെയ്യും, ദേ ആർ ഓൾ ഹാപ്പി. അപ്പൊ അത് കോളേജ് തുടങ്ങിയപ്പോഴത് ഞങ്ങൾക്ക് ആദ്യം അഫിലിയേഷൻ കിട്ടാതെ പോയപ്പോഴൊക്കെ ഒത്തിരി ഒപ്പോസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ NIRF സെക്കൻഡ് റാങ്കിങ്ങും ബാക്കി പല സ്ഥലങ്ങളിലും സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ട് കേരളത്തിൽ തന്നെ രാജഗിരി കഴിഞ്ഞ 2ാമത്തെ ലെവലിലേക്ക് ലീഡ് വന്നു എന്ന് വരുമ്പോൾ ഇന്ന് ഒത്തിരി പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം അതൊരു സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ഒരു എന്താ പറയുക, ടേക്ക് ഓഫ് വരെ നമ്മൾ തന്നെത്താനാണ് എല്ലാ കാര്യങ്ങളും ഇറങ്ങണം എന്നുള്ളത് ആ ഒരു ബിസിനസ് തുടങ്ങാനുള്ളവരോട് എല്ലാവരോടും ഒരു വാക്ക്. കാരണം എവിടെന്നെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടിയിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇതിനെ തളരരുത് എന്നുള്ളത് കൊണ്ട് പറയാൻ വേണ്ടി മാത്രം. സോറി, ഐ ഇന്ററപ്റ്റഡ്, പ്ലീസ്. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിച്ചാൽ തീരുന്ന കാര്യമല്ല. കാരണം 290 ട്രെയിനിങ്ങും 400 മണിക്കൂറിലേറെ മാസ്റ്റർ മൈൻഡും, ഇങ്ങനെ 400 മണിക്കൂറിൽ 400 സെഷൻസ്. കാരണം ഒരെണ്ണവും 1 മണിക്കൂറിൽ തീർന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഗോസ് ഓൺ. ലൈക്ക് 11 മണിയാകുമ്പോഴും നമുക്കിനിപ്പോ നാളെ സംസാരിക്കാം അല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ഘട്ടം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. സോ I wish you all the best in all your endeavors. ഈ evolution should actually keep growing and മെയിൻ ആയിട്ട് ഓവർ എ കപ്പ് ഓഫ് ടീയിൽ പാഷൻ ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാരെ, അത് പലതരത്തിലുള്ള ആൾക്കാരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Now, if you want to define in one single line what your passion is, കാരണം ഇതിന്റെ കുറെ പേര് ഇൻസ്പയർ ആവും, കുറെ പേര് എന്തായാലും MBA പഠിക്കാൻ തീരുമാനിക്കും, ഓൺട്രപ്രനർ ആവാൻ തീരുമാനിക്കും, എന്ത് കാര്യവും ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ തീരുമാനിക്കും. വേൾഡ് റെക്കോർഡ് എന്തായാലും യു വിൽ ഹാവ് പീപ്പിൾ കമ്മിങ് ഇൻ ടു സീക്ക് യുവർ ഹെൽപ്പ്. കാരണം അങ്ങനത്തെ ഒരു ആസ്പെക്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇൻ വൺ ലൈൻ, വാട്ട് വുഡ് പാഷൻ ബി ഫോർ യു? To help others to become successful.
എനിക്ക് ലൈക്ക് അത് വില്യം ഫേദർ പറഞ്ഞ പോലെ വെൻ യു ഹെൽപ്പ് അതേഴ്സ് ടു ബിക്കം സക്സസ്ഫുൾ യു എൻഷ്യൂർ യുവർ ഓൺ സക്സസ്. അതാണ് എൻ്റെ സെൽഫിഷ്നെസ്. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങണോ, ഫൈൻ, ഐ എം റെഡി ടു ഹെൽപ്പ്. MBA പഠിക്കണോ, ഇവിടെ നല്ല എവിടേക്കാണെങ്കിലും ഐ ഹെൽപ്പ്. ഏത് പഠനമാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ റെക്കോർഡ്സ് ആവട്ടെ, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മുഴുവൻ ഞാൻ എൻ്റെ ഹെൽപ്പ് കൊടുക്കാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത് തന്നെയാണ് എൻ്റെ പാഷൻ. ഐ ലവ് ഡൂയിങ് ദാറ്റ്, ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. റൈറ്റ്. പൊതുവെ 34 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് തീരുമോ എന്നുള്ളൊരു പേടി. ബട്ട് വിത്ത് യു I feel that ഈ 34 മിനിറ്റ് 3 മിനിറ്റ് പോലെ പോയി. And I really wish I can get more of your time. It's very valuable, I understand. About wishing to see success and world record for Mastermind and all the aspirants who are there, to all the knowledge disseminators who are there, lead management school na എല്ലാവിധ ഭാവങ്ങളും അവിടെ നിന്ന് വരുന്ന ഓരോ ഓൺടർപ്രന്യൂറും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ കിട്ടുന്നത്. ബിക്കോസ് ഐ ഹാപ്പൻ ടു സീ അവിടെ ലീഡ് കോളേജിൽ നടന്നൊരു പ്രോഗ്രാമിൽ ഓരോരുത്തർ പാടുന്നതും അവരുടെ എക്സൈറ്റ്മെന്റും കുട്ടികൾ അവിടെ വന്നിരിക്കുന്നതും എല്ലാം കാണാൻ സാധിച്ചിരുന്നു. ഐ റിയലി വിഷ് ഓൾ സക്സസ്. അതിൽ കുറഞ്ഞതൊന്നുമില്ല. ഫോർ ഓൾ ദോസ് ഈവൻ സീക്ക് യുവർ ഹെൽപ്പ്, അവർക്കും സക്സസ് ഉണ്ടാവട്ടെ, ബിക്കോസ് ദാറ്റ്സ് യുവർ പാഷൻ. Thank you very much for joining us on Over a Cup of Tea. Thank you, Tomanji, and looking forward to seeing you again. Thank you very much. Thank you so much, Chris. Great. God bless you.